പിന്നെ എനിക്കൊരു സംശയമുണ്ടേ. എന്താണ്? ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് നിസ്കരിക്കാൻ പോയപ്പോണ്ടല്ലോ, ഇവിടെ നിസ്കരിക്കാൻ പോയപ്പോൾ വേറൊരു സ്റ്റാഫ് ഒതു ചെയ്യുന്നത് സോക്സ് ഒന്നും ഊരിയിട്ടില്ല, കാല് ഒന്നും ചെയ്തിട്ടില്ല, വെള്ളം കൊണ്ട് ബാക്കി അവയവങ്ങളെല്ലാം കഴുകി ഒതു ചെയ്ത് പോവുക. മിക്കവാറും ഞാൻ കാണാറുണ്ട് സോക്സ് അവര് ഊരലില്ല. അപ്പൊ കാല് ഷോക്സിന്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ തൊട്ട് തടവുന്നത് പോലെ ആയിരിക്കും. ചിലർ അങ്ങനെ ചെയ്യുന്നതും കാണുന്നില്ല അല്ലെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചിലരങ്ങനെയാണ് കാണുന്നത് അല്ലേ? അത് ഒരു പക്ഷെ ഇവിടെ ഈ ഹംബലി മദ്ഹബിനെ അനുധാവനം ചെയ്യുന്നതെന്നാണ് എന്റെ അറിവിലുള്ളത്. സൗദി അറേബ്യയിൽ ഹംബലി മദ്ഹബ് പ്രകാരം അങ്ങനെ ഷോക്സി തടവിയാൽ ശരിയാവോ എന്നുള്ളതിൽ സംശയമുണ്ട്. പിന്നെ അതിനെ അനുകരിച്ചിട്ട് മലയാളികളും ഒക്കെ എന്ത് ചെയ്യലുണ്ട്. നമ്മുടെ കമ്പനി തന്നെയാണെങ്കിൽ ഒരു ബോംബെക്കാരനുണ്ട്. അയാൾ എന്നും ഈ ഷോക്സിന്റെ മുകളിലാണ്. അയാൾ അനഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും അയാൾ ഷോക്സ് അപ്പൊ പറയാ, അയാൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഇവിടെ സൗദിയിൽ ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നതിനോട് കണ്ടിട്ടല്ലല്ലോ നമുക്ക് പരിശുദ്ധ ദീൻ എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് നമുക്ക് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്താൽ നമ്മുടെ വുളു ശരിയാവില്ല. അത് നമ്മുടെ മദ്രസയെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കുഫ തടവുക ദൂരെ യാത്ര ചെയ്യുമ്പോൾ, ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോഴത്തേന് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കുഫയെ തടവിയിട്ട് ഇങ്ങനെ നിസ്കരിക്കും. അത് തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സാധനമാണ്. ഷൂ പോലെ ഒക്കെ തോന്നുന്നതിനെ കണ്ട കുഫ എന്ന് പറയും. അതിന്റെ പുറകില് യാത്രാ ദൈർഘ്യം കൊണ്ട് അത് ഊരി ചെയ്യാനുള്ള സമയ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് കുഫയിൽ തടവിയിട്ട്. അതിനെ അനുകരിച്ചിട്ടാണ് ഈ ഷൂ ഇടുമ്പോൾ ഷോക്സ് ഊരിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ഇടാനൊരു എത്ര സെക്കൻഡിന്റെ ആവശ്യമുണ്ട് ഒരു ഷോക്സ് ഊരി തടവാൻ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്. ഷാഫി മദ്ഹബ് പ്രകാരം അത് ശരിയാവൂല. അങ്ങനെ ഒളു ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല എന്ന് തന്നെയാണ്. കാരണം ഒളു ശരിയാവണമെങ്കിൽ എന്ത് വേണം? ഒളുവിന്റെ അവയവങ്ങൾ പരിപൂർണമായിട്ട് ഫർളായ രൂപത്തിൽ തന്നെ ചെയ്ത് വീട്ടണം. അങ്ങനെ അത് ചെയ്യാണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേനും മോൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. അത് ഇതിനേക്കാളും കനമുള്ള തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കുഫ എന്ന് പറയുന്നതായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഷൂ പോലെയുള്ള ഇതുണ്ട്. അത് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ അത് ഊരാണ്ട് തടവുന്ന ഒരു അനുവദിക്കപ്പെട്ടതായിട്ട് കാണുന്നത്. അല്ലാതെ ഇതിലെന്തില്ല, അങ്ങനെ ഇല്ല എന്ന് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്.